ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല സോഫ്റ്റായിട്ടും പെർഫെക്റ്റായിട്ടും ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സാധാരണ ഏത് ആട്ടപ്പൊടിയായാലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്ന ഏത് പൊടിയായാലും എടുക്കാവുന്നതാണ്. ബ്രാൻഡഡ് ആയിട്ട് ഉള്ള പൊടി എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നെയ്യോ ഓയിലോ ചേർത്ത് കൊടുത്താലും മതി. ഓയിൽ ചേർത്ത് കൊടുത്താൽ നല്ല സോഫ്റ്റായിട്ട് വരും ചപ്പാത്തി. അപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിലേക്ക് ഒലിവ് ഓയിലും ചേർത്താലും മതി. നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടും ചപ്പാത്തി. ഇപ്പം ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിലും വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നല്ലതായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ അധിക പേരുടെയും സംശയം ചപ്പാത്തി കുഴക്കാൻ ഏത് തരത്തിലുള്ള വെള്ളം ഉപയോഗിക്കണം എന്നാണ്. അപ്പോൾ ഞാനിവിടെ ഇളം ചൂടുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത് കുഴക്കാൻ വേണ്ടിയിട്ട്. അധികം ചൂടുള്ള വെള്ളമോ നല്ല തണുത്ത വെള്ളമോ ഉപയോഗിക്കുകയാണെങ്കിൽ ചപ്പാത്തി മാവ് നല്ല ഹാർഡായിട്ട് വരും. നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി നമുക്ക് കിട്ടില്ല. അപ്പോൾ സോഫ്റ്റായിട്ടുള്ള മാവ് കുഴക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് ചപ്പാത്തി കിട്ടും. അപ്പോൾ ഞാനിപ്പം ഇളം ചൂടുള്ള വെള്ളമാണ് ഇപ്പം കുഴക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് കുഴക്കുകയാണെങ്കിൽ മാവ് നന്നായിട്ട് ലൂസായി പോകും. അപ്പം കുറച്ചായിട്ട് തന്നെ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ്. ഇത് നമുക്ക് ഒരു അരമണിക്കൂർ മിനിമം ഒന്ന് മാറ്റി വെക്കണം. അതിനു മുമ്പ് ഞാനിപ്പോൾ 3/4 ഗ്ലാസ് വെള്ളമാണ് ഞാനിത് കുഴക്കാൻ വേണ്ടിയിട്ട് എടുത്തത് 2 കപ്പ് പൊടിക്ക്. അപ്പം ഫുള്ളായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടില്ല. 1 ഗ്ലാസ് ഫുള്ളായിട്ട് എടുത്തില്ല. ഒരു 3/4 ഗ്ലാസ് മാത്രം മതിയായിട്ടുണ്ടാവും. അപ്പം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് മിനിമം ഒരു 30 മിനിറ്റെങ്കിലും നമ്മൾ മാറ്റി വെക്കണം. അപ്പോൾ നമ്മളിപ്പം മാറ്റി വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ ഒരു മാവ്. അപ്പം നമുക്കിതൊന്ന് പരത്തിയെടുക്കാൻ ഞാനിപ്പോൾ ഇവിടെ മൈദപ്പൊടിയാണ് എടുത്തത്. മൈദപ്പൊടി എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും നമ്മളെ ചപ്പാത്തി. നമ്മൾ ആട്ടപ്പൊടിനെക്കാട്ടും നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചപ്പാത്തി മൈദപ്പൊടി എടുക്കുകയാണെങ്കിൽ. അപ്പോൾ മൈദ ജസ്റ്റ് ഡസ്റ്റ് ആയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. പരത്തിയെടുക്കുമ്പോൾ പ്രത്യേകം നോക്കേണ്ടത് എല്ലാ വശവും ഒരുപോലെ തന്നെ നല്ല ഫ്ലാറ്റായിട്ട് വരണം. ഫ്ലാറ്റായിട്ട് മീൻസ് ഒരു മീഡിയം തിക്നെസ്സിൽ വേണം നമ്മളിത് പരത്താൻ. ഒരുപാട് തിന്നായിട്ട് പരത്തിയാലും കൂടുതൽ കട്ടിയായിട്ട് പരത്തിയാലും നമ്മളെ ചപ്പാത്തി സോഫ്റ്റായിട്ട് വരില്ല. അപ്പോൾ ഒരു പാനിൽ ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിലാണെങ്കിലും ലോയിലാണെങ്കിലും ചപ്പാത്തി കറക്റ്റായിട്ട് വരില്ല. അപ്പം ഒരു ഭാഗം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരു ഭാഗം ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം അടുത്ത ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളിപ്പോൾ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചപ്പാത്തി ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ട് കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തിയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി ശരിയാകാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.